നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭാസി, എണീക്കടോ. എടോ എണീക്കാൻ. ആരാ? എന്താ? സാക്സൺ പെരേരയില്ലേ? ഞാൻ സാറിനെ കൊണ്ട് വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. ഇതൊരുമാതിരി പഴയകാലത്തെ ആശുപത്രി പോലെ ഉണ്ടല്ലോടോ. എന്തോന്നാ ഈ വരച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയാള് ലഹരിക്കടിമയാണോ? ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങളാരെയും എന്റെ വർക്ക് കണ്ട് മാർക്കിടാൻ ക്ഷണിച്ചതല്ലോ. വന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം. എന്റെ ഭാര്യ മരിച്ചുപോയി. ഇതെന്റെ ഭാര്യയുടെ അനുജത്തിമാരാ. ഈ അനുജത്തിമാരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി. ഇത് കാണാതാകുന്ന സമയത്തുള്ള ഫോട്ടോയാ. ഈ കാലത്തിനിടയിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇന്ന് അവരെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വ്യക്തമാവുന്ന വിധത്തിൽ ഇവര് 3 പേരുടെയും ചിത്രങ്ങൾ വരയ്ക്കണം. എന്താ, സാധിക്കുമോ നിങ്ങൾക്ക്? സാധിക്കും. അതാണ് ഈ സാക്സൺ പെരേരയുടെ സ്പെഷ്യാലിറ്റി. നിങ്ങളൊരു പുലിക്കുഞ്ഞിന്റെ പടം തന്നാൽ അത് വളർന്ന് പുലിയാകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ വരച്ചു കാണിക്കും. വിശ്വസിക്കാം. നിങ്ങൾക്ക് ഇവരുടെ ചിത്രം വരച്ചുണ്ടാക്കാനായാൽ, ആ ചിത്രത്തിന്റെ സഹായത്തോടെ എനിക്ക് അവരെ തിരിച്ചറിഞ്ഞ് കണ്ടുപിടിക്കാനായാൽ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ തുകയായിരിക്കും. ആയിക്കോട്ടെ, പക്ഷേ അഡ്വാൻസ് ലഭിച്ചാലേ ഞാൻ ജോലി ആരംഭിക്കും. നോ ഇഷ്യൂസ്. ഇത് അഡ്വാൻസ് ആയി മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ഈ നഗരത്തിലുള്ളവരല്ലേ? ചിത്രം വരയ്ക്കുന്നതിനോടൊപ്പം അവരെ കണ്ടുപിടിക്കാൻ സഹായിച്ചാൽ അതിന് വേറെ പ്രതിഫലം തരും. അതൊക്കെ വല്ല പോലീസുകാരോട് പറഞ്ഞാൽ മതി. എന്റെ ജോലി വരയ്ക്കലാണ്, വലവീശി പിടിക്കലല്ല. മോനായി, ഇവന്മാരോട് ഇറങ്ങി പോകാൻ പറ. നിങ്ങൾ പൊയ്ക്കോ. ആശ വരയ്ക്കാൻ തുടങ്ങിയ ആരും ഇവിടെ കാണാൻ പാടില്ല. ലഹരി കേസാ സാറേ. വാ, നമുക്ക് പോവാം. നിന്റെ ആശാന്റെ മയക്കുമരുന്നും വട്ടുമൊക്കെ കൊള്ളാം. പൈസ വാങ്ങിയിട്ട് എന്റെ കാര്യം സമയത്ത് നടന്നില്ലെങ്കിൽ അവന്റെ താടിയും മുടിയും ഒരുമിച്ച് ഞാൻ കത്തിക്കൊന്ന് പറഞ്ഞേക്ക്. വാടാ. What a surprise! നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ വീണ്ടും വന്നല്ലോ. അങ്കിളിന് എന്താ ഞാൻ വീണ്ടും വന്ന ഇഷ്ടമായില്ലേ? പിന്നെ ഒരുപാട് ഇഷ്ടമായില്ലേ? നീ എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് എന്തോ ഒരു പ്രത്യേക വൈബ്രേഷന്, എന്തോ ഒരു തരം സ്വർഗം കിട്ടിയതുപോലൊരു തോന്നല. കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം കിട്ടില്ലേ, അതുപോലെ തന്നെ. അങ്കിളിനൊരുമ്മ തരുമോ? അയ്യോ, കഴിഞ്ഞ തവണ അങ്കിളിന്റെ മോനെ അന്വേഷിച്ച് നടക്കുകയാണെന്നല്ലേ പറഞ്ഞത്. മോനെ കിട്ടിയോ ഇപ്പോ? ഇല്ലെന്നേ, അങ്കിൾ ഇപ്പോഴും മോനെ തിരക്കി നടക്കുവല്ലേ. കിട്ടുമായിരിക്കും, നോക്കാം നമുക്ക്. അല്ല, അന്ന് കണ്ടപ്പോഴും അങ്കിള് മോന്റെ പേര് ചോദിച്ചില്ലല്ലോ. എന്താ മോന്റെ പേര്? പറ, കേൾക്കട്ടെ. എന്റെ പേര് അച്യുൻ. അച്ഛനും അച്ചൂട്ടനെന്നൊക്കെ അമ്മ വിളിക്കുന്നേ. ആഹാ, അത് കൊള്ളാലോ. അച്ചു എന്നാ അങ്കിള് ഇനി അങ്ങനെ തന്നെ വിളിക്കാൻ മോനെ. ആ, പിന്നെ അങ്കിള് മോനൊരു സമ്മാനം തരട്ടെ.
അങ്കിളിനെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചതിനുള്ള ചെറിയൊരു സമ്മാനം. അയ്യോ വേണ്ട അങ്കിൾ, എനിക്ക് എന്ത് വേണമെങ്കിലും എന്റെ അമ്മ വാങ്ങിത്തരും, അത് മതി എനിക്ക്. അതായിക്കോട്ടെ, പക്ഷേ ഇന്ന് അച്ചൂട്ടനെ കണ്ടപ്പോ അങ്കിളിന് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അച്ചൂട്ടൻ ഒരു സമ്മാനം തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച അച്ചൂട്ടൻ അത് വാങ്ങില്ലേ പ്ലീസ്? വാങ്ങാം, പക്ഷെ എന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോ അത് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും പറ്റില്ല. അതാ പ്രശ്നം. ശരി, അച്ചൂട്ടൻ ഒരു സമ്മാനം തരണമെന്നുള്ളതാ അങ്കിളിന്റെ ആഗ്രഹം. മോനത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ, അങ്കിളിന് വേണ്ടി ഞാൻ സമ്മതിച്ചു. ഗ്രേറ്റ്. എങ്കിൽ അച്ചൂട്ടൻ കണ്ണടച്ച് കൈനീട്ടി നിന്നെ കാണട്ടെ ഞാൻ. പസേ. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. പക്ഷെ അങ്കിൾ, എനിക്ക് എന്റെ അമ്മ എല്ലാം തരുന്നുണ്ട്. ദേ അവർക്കാ അങ്ങനെ കൊടുക്കാൻ ആരും ഇല്ലാത്ത ഈ കാശ് ഞാൻ അവർക്ക് കൊടുത്താ അവർക്ക് ഒരുപാട് സന്തോഷാവും. ഞാനിത് അവർക്ക് കൊടുത്തോട്ടെ അങ്കിൾ, പ്ലീസ്. ഓ മൈ ഗോഡ്, എന്റെ കുഞ്ഞെ, പ്രായം കൊണ്ട് നീ വളരെ ചെറുതാണെങ്കിലും നിന്റെ മനസ്സ് എത്രയോ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. വിഷമിക്കുന്ന മനുഷ്യരുടെ മനസ്സറിയാൻ നിനക്ക് കഴിയും. യു ആർ ഗ്രേറ്റ്. വലിയവനാ നീ. ചെല്, ഈ പണം അവർക്ക് കൊടുത്തിട്ട് വാ. എനിക്കും സന്തോഷവും നീ അത് ചെയ്യുമ്പോ. ചെല്. ആ ആന്റി, ദാ പേടിക്കണ്ട, വാങ്ങിക്കോ. ആ അങ്കിള് തന്നതാ. ആന്റി, ഇന്ന് ഈ ചേച്ചിക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കണേ, എന്റെ വകയാ. ശരി. അവർക്ക് വലിയ സന്തോഷായി. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം അച്ചു. എനിക്ക് തോന്നുന്നത് വിഷമിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ കഴിവുള്ള നിന്റെ അമ്മ നിന്നെക്കാൾ കരുണയുള്ളവളായിരിക്കുമെന്ന്. ഒരിക്കൽ നിന്റെ അമ്മ എനിക്കൊന്ന് കാണണം. എന്താ, നടക്കോ? പിന്നെന്താ, കാണിച്ചു തരാം അങ്കിൾ. പിന്നെ ഒരിക്കൽ ആവട്ടെ. ഇപ്പൊ ഞാൻ പോവാണേ, ലേറ്റ് ആയി. ഓക്കെ, ടാറ്റാ. ടാറ്റാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.